ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഭയങ്കര വലിയ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് ആഗസ്റ്റ് 15 അപ്പോൾ അതിൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കയ്യിൽ മൈലാഞ്ചിക്കിട്ടൊക്കെ ഉണ്ട്. നല്ല ഭയങ്കരമായ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാവരും നമ്മളെ വ്ളോഗ് ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യും. ഒരാൾ കുളിച്ച് നല്ല റെഡിയായി നിൽക്കുന്നുണ്ട്. പറയട്ടിന് വേണ്ടേ? റെഡിയാവട്ടെ, എന്നുള്ള വേഗം റെഡിയാവും. ഇപ്പോൾ ഇന്നത്തെ ചായൻ്റെ കടി ചപ്പാത്തിയും ബാജിക്കറിയും. ഒരാൾ നല്ലോണം അടിച്ച് കയറ്റുന്നുണ്ട്. ഇതെന്റെ ക്ലാസ് അല്ല കേട്ടോ, അത് എൻ്റെ ക്ലാസ് ആണ്. കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ 2 ഗ്ലാസ് ചായ അടിക്കുന്നു. ഗ്ലാസ്സിലല്ലെങ്കിൽ നമ്മൾ വലിയ തൂക്കിട്ടത്. ഇത് എന്റെ അല്ല കേട്ടോ, ഇത് എന്റെ അല്ല. ഇതാ സത്യാവസ്ഥ. ഇത്രയും ചായ അകത്താക്കാറുണ്ട്. ചപ്പാത്തി പൊളിയാട്ടോ. താങ്ക് യു. അമ്മ ഉണ്ടാക്കിയതാ കറി, അമ്മ ചപ്പാത്തി, രണ്ടാളും കൂടി. ആട്ട നീ ഉണ്ടാക്കിയല്ലോ. ആട്ട നല്ല, ഇവിടുത്തെ ആട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കുഴക്കുമ്പോൾ തന്നെ ആഹാ നല്ല മണം. മൃദുവായ ചപ്പാത്തി. ഏകദേശം പോകേണ്ട സമയമായിട്ടുണ്ട്. അവിടെ ഞാൻ ഒറ്റക്ക് ചായ കുടിക്കുന്നത് കേട്ടോ. അതെ, അല്ലെങ്കിൽ നമ്മൾ 3 പേര് ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കില്ലേ. എന്നിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയാവാൻ. എന്താ ഡ്രസ്സ് ഉണ്ട് അവിടെ തൂക്കി കിടക്കുന്നു. പരേഡിൻ്റെ നല്ല കിടലൻ ഡ്രസ്സൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ. അതെ, തൊപ്പിതാ അവിടെ കിടക്കുന്നു. എല്ലാം ഇട്ടിട്ടാകുമ്പം കാണിച്ചു തരാം. ഒരാൾ പരേഡിന് പോകേണ്ട റെഡിയാവൽ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞിട്ട് തുള്ളുന്നുണ്ട്. അപ്പോൾ ഷോക്ക് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിരുന്ന് ചായ കുടിക്കലാണ്. ഇത് പറയാനുണ്ടോ? എന്ത് പറയാനാ, തിരക്കിട്ട് പണിയിലാണ് എല്ലാം. ബാക്കി പിന്നെ സംസാരിക്കും. ഫാനിട്ടുണ്ട്, ചിലപ്പോൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലേ. ഓക്കെ, വാവ്, അടിപൊളി അടിപൊളി. ചേട്ടാ ഒരു 9:20 അറിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. ഓക്കെ, എന്നാ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ ബൈ. അത് ഗ്ലൗസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ അല്ലേ പറയാ, കയ്യൊറ. റോഡിന്റെ മുകളിൽ വരയ്ക്ക് ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ട് വരും, ഭംഗിക്കെന്ന് പറഞ്ഞു. കണ്ടോ, ഇന്നലെ രാത്രി എടുത്തു വെച്ച് പണിയായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാട്ടും കൂത്തുമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടി ഏകദേശം 9:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ടിലാണ് പരേഡ് നടക്കുന്നത്. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങനെ പരേഡൊക്കെ കാണാൻ പോകുന്നത്. ടി വിയിലും പിന്നെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടതല്ലാണ്ട് നേരിട്ടൊന്നും ഇവരെ പരേഡൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്, ഇതിൻ്റെ സൈഡിലുള്ളൊരു ഗ്രൗണ്ടിൽ. അപ്പോൾ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കറാണ്. ഈ കാണുന്ന വഴികളിലൊക്കെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്തിനാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടായിരുന്നത്. അതായത് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരമാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ ആപ്പിളില്ല. ഇങ്ങനെ അടുത്തടുത്ത് സൈഡിലൊക്കെ ഇങ്ങനെ ആപ്പിൾ മരങ്ങളും പിന്നെ സബർജീൻ്റെ മരങ്ങളും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായി നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ തലേദിവസം ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് നമ്മൾ ഇതിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഇവിടുത്തെ. ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ്, കേന്ദ്ര വിദ്യാലയം. 9:30 ആകുമ്പോഴൊക്കെ പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ 9:30 ആകുമ്പോൾ നടന്നിട്ടില്ല. 10 മണി 10:15 ആയിരുന്നു. ഇതവിടെ ഏട്ടനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോയി. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ
ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പുറത്തെ സൈഡ് ഫുൾ ആണുങ്ങൾ വന്നിരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡ് പെണ്ണുങ്ങളൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം എണ്ണം വരെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളവിടെ സീറ്റ് പോയിരുന്നു. അധികം നേരം അവിടെ നിന്നാൽ സീറ്റ് കിട്ടൂല എന്നുള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ പോയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് സ്കൂൾ പിള്ളേരും പിന്നെ അവരുടെ പാരൻസും പിന്നെ ഇതേമാതിരി ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നവരും ഒക്കെ വന്നാൽ പിന്നെ ഒരുപാട് ആൾക്കാരാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ സീറ്റിലിരുന്നാൽ നമുക്ക് മുമ്പിലിരുന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം തന്നെ സീറ്റിലിരുന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ എന്നെ പോലെ പരേഡൊക്കെ ചെയ്യുന്നവരെല്ലാവരും വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ എന്തോ ഒരു ഫീലായിരുന്നു എനിക്ക് അതൊക്കെ കാണുമ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പം ഏകദേശം ഒരു 10:15 ആകുമ്പോഴേക്കും നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഗ്രൗണ്ടിൽ വന്ന് പരേഡിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നിന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഉള്ളത് എല്ലാവരും. അദ്ദേഹം വന്നാൽ മാത്രമേ നമുക്ക് ഈ പരേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏകദേശം ഇന്നൊരു നല്ല കാലാവസ്ഥയായിരുന്നു. കാരണം അധികം ചൂടുമില്ല തണുപ്പുമില്ല, ആ ഒരു കാലാവസ്ഥയാണ്. കാരണം വെയിലില്ലാത്തതുകൊണ്ട് മൊത്തം കാർമേഘം മൂടിക്കിടക്കുകയായിരുന്നു. ഒരു മഴയുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് മഴയില്ലാണ്ട് തന്നെ രക്ഷപ്പെട്ടന്. അതേസമയം തന്നെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൊടിയൊക്കെ പാറുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റത്ത് ഒരുപാട് നമ്മൾ ഈ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആടി ഒലയുന്നുണ്ടായിരുന്നു. പൊട്ടി വീഴുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരിപാടി കാര്യങ്ങളൊക്കെ നടന്ന്. പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ പരേഡ് നടക്കുന്നതിൻ്റെ പിറകുവശത്തായതുകൊണ്ട് അത്ര ഒരു ഭംഗി വന്നിട്ടില്ല നമ്മുടെ വീഡിയോയിൽ. പിറകിലത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നിൽക്കുന്ന പിറകുവശം മാത്രമേ കാണുന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പോയി എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. വിശിഷ്ടാതിഥി വന്നതോടുകൂടി പരേഡിൻ്റെ പരിപാടികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെ വക ജനഗണമന അവർ അവിടുന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അതിനനുസരിച്ച് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ പരേഡിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി CSF ജവാന്മാരുടെ ഒരു ഡെമോ ആണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇവർ ഈ ഒരു ഡെമോയുടെ പരിപാടികളൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരേ രീതിയിലുള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അവർ പലതരത്തിലുള്ള ഷൂട്ടിംഗ് പൊസിഷൻസാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നിമിഷ നേരം കൊണ്ട് ഓരോരോ പൊസിഷൻസിൽ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പൊസിഷൻസ് ഇവർ റൈഫിൾ വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. യുദ്ധമുഖത്ത് ശത്രുക്കളോട് ഏത് രീതിയിൽ പോരാടണം, അതുപോലെ പല രീതിയിലുള്ള ഗൺ ഫൈറ്റ് കാര്യങ്ങളൊക്കെ അവർ ഡെമോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ സ്റ്റേജിൽ നടന്നത് ഒരുപാട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസും പരിപാടികളായിരുന്നു. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ പിന്നാലെ ഇവിടുത്തെ ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയറും നടന്നു. ഇവിടുത്തെ എന്നല്ല, ഇവിടെ ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ കാണുന്നത് നമ്മളവിടെ കാണികളായിട്ടിരിക്കുന്നവർക്ക് ഒരു പെട്ടീൻ്റെ അകത്ത് എന്തൊക്കെയല്ലോ ഐറ്റംസ് കഴിക്കാൻ വേണ്ടി കൊണ്ട് തരുന്നതാണ്. ആ പെട്ടിയിലുണ്ട് ഐറ്റംസ് എന്തെല്ലാമെന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ 2 ലഡ്ഡു ഉണ്ടായിരുന്നു, പിന്നെ 2 പാക്ക് മിച്ചർ പോലത്തെ എന്തെല്ലോ സംഭവം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ എന്താ നടന്നത് വെച്ചാൽ CSF ജവാന്മാരും പിന്നെ ഇവിടുത്തെ എംപ്ലോയീസും തമ്മിലുള്ള കമ്പവലി നടന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള വാശിയേറിയൊരു കമ്പവലി മത്സരമായിരുന്നു ഇവിടെ നടന്നത്. എല്ലാവരും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യദിനത്തിലൊന്നും നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഓണത്തിനൊക്കെയായിരുന്നു നമ്മൾ ഈ കമ്പവലി അങ്ങനെ മ്യൂസിക്കൽ ചെയർ അങ്ങനെ കണ്ടത്. ഇവിടെ ഭയങ്കര ഒരു വെറൈറ്റി പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോക്കാന്ന്. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടന്നിട്ട് പരിപാടിയിൽ ഇപ്പോൾ സമ്മാനദാനം കാര്യങ്ങളിലുള്ളത്. അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടി നിൽക്കുന്നില്ല, നേരെ റൂമിലേക്ക് പോകാൻ. ഭക്ഷണം കഴിക്കേണ്ട സമയം ഏതായാലും വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ കാശ്മീരിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ.